ഈ തമ്പ്രാങ്കുഞ്ഞെന്ന് വിളിക്കല്ലേ അച്ഛാ. എന്നെ നീലകണ്ഠനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. ഞങ്ങളൊക്കെ പാവങ്ങളെ കുഞ്ഞ്, നീചജാതിയിൽപ്പെട്ടവൻ. കുഞ്ഞ് ഒരു ഉയർന്ന കുലത്തിൽപ്പെട്ടവനാ. ഞങ്ങളുടെ കുടിയിൽ വന്ന് കുഞ്ഞ് അശുദ്ധനാകണ്ട. ജാതിക്കും മതത്തിനപ്പുറം നമ്മളെല്ലാം മനുഷ്യരല്ല അച്ഛാ. അല്ല, നമ്മുടെ മാളൂട്ടി എന്തിയേ? ആ, അത് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മാളൂട്ടിയെ എന്നെ ഉണ്ടാക്കുന്നേ? നാളെ എന്റെ പിറന്നാളാ. ഞാൻ രാജാവിന് കൊടുക്കാൻ ഒരു സമ്മാനം ഉണ്ടാക്കാം. എന്ത് സമ്മാനം? കിരീടം. രാജാവിന്റെ തലയിൽ വെക്കാനുള്ള കിരീടം. അയ്യേ, മാളൂട്ടിയുടെ ഈ ഉണക്കല കൊണ്ടുള്ള കിരീടാണോ മാർത്താണ്ഡവർമ്മ രാജാവ് വെക്കുക? അതിന് നീലകണ്ഠനാ എന്റെ രാജാവ്. വാ, നമുക്ക് കളിക്കാം. നമ്മളുടെ കളിയൊക്കെ കണ്ട് അച്ഛന്റെ കണ്ണു നിറഞ്ഞു പോയതാ. തമ്പ്ര, നാളെ തമ്പ്രാന്റെ കൂടെ കളിക്കാൻ മാളൂട്ടി ഉണ്ടാവില്ലാട്ടോ. മാളൂട്ടി നാളെ അച്ഛന്റെ കൂടെ ചാത്തൻ നമ്പൂതിരിയുടെ മനയില് ഒരു പൂജയ്ക്ക് പോവാ. മാളൂട്ടി പൂജയ്ക്ക് പോവാ? അതിന് മാളൂട്ടിക്ക് പൂജാകർമ്മങ്ങളെ പറ്റി വല്ല നിശ്ചയമുണ്ടോ? അറിയാം, മാളൂട്ടിക്ക് അറിയാം. നാളത്തെ പൂജ കഴിയുന്നോടെ മാളൂട്ടിയുടെ വേഷമൊക്കെ മാറും. മാളൂട്ടിയുടെ ദീനം മാറും. മാളൂട്ടിക്ക് കലകി പോകാൻ പറ്റും. മാളൂട്ടിക്ക് കുറെ കൂട്ടുകാരെ കിട്ടും. പിന്നെ മാളൂട്ടിയുടെ അമ്മയുടെ ദീനം മാറും. ചേച്ചിമാരുടെ വേളി നടക്കും. പാടത്തിനടുത്ത പാടത്തൊക്കെ 100 മേരി വെള്ളമുണ്ടാകും. തൊഴുത്തിലെ കന്നുകാലികളൊക്കെ പെരുകും. ദുശകലങ്ങളൊക്കെ മാറും. അപ്പോ നാളത്തെ പൂജ കഴിയുന്നോടെ ദേവി പ്രസാദിക്കും അല്ലേ? അതെ, നാളത്തെ പൂജ കഴിയുന്നതോടെ ദേവി പ്രസാദിക്കും.